നയൻതാരയും ഭർത്താവുമെല്ലാം ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ നയൻതാരയുടെ ഭർത്താവ് അങ്ങനെയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ആദ്യമായി വിഘ്നേഷ് ശിവൻ നയൻതാരയെ കാണാനായി ചെന്നപ്പോൾ തന്നെ കണ്ടതും അറിഞ്ഞതുമെല്ലാം മറ്റൊരു താരത്തിനെ പോലെയായിരുന്നു. അതായത് നയൻതാരയെ ആദ്യം മാഡം എന്ന് തന്നെയാണ് സേവ് ചെയ്തിരുന്നത്. കോണ്ടാക്റ്റ് പോലും അങ്ങനെയായിരുന്നു, നയൻ മാം എന്ന്. അവിടെ നിന്ന് ഇരുവരുടെയും സ്നേഹം തുടങ്ങുന്നത് വരെയും വിഘ്നേഷ് ശിവൻ ഒരു സാധാരണ ജീവിതം തന്നെയായിരുന്നു നയിച്ചത്. നയൻതാരയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി കാവൽ നിൽക്കുന്ന ഡയറക്ടർമാരിൽ ഒരാൾ തന്നെയായിരുന്നു വിഘ്നേഷ് ശിവനും. അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് വളർന്നത് നയൻതാരയുടെ ഒരു ബലം കൊണ്ട് തന്നെയാണ്. നയൻതാരയുടെ ജീവിതത്തിൽ എല്ലാമായി മാറിയതും അത് വിഘ്നേഷ് ശിവൻ തന്നെയായിരുന്നു. നയൻതാര വളരെയേറെ സമ്പന്നതയിൽ ജീവിച്ച കുട്ടിയാണ്. എന്നാൽ വിഘ്നേഷ് ശിവൻ നയൻതാരയെ കാണുന്ന സമയം, അതായത് നയൻതാരയുടെ കോടികളുള്ള ഫ്ലാറ്റിലേക്ക് വരുന്ന സമയം അദ്ദേഹം ഓട്ടോയിലാണ് വന്നത്. കയ്യിൽ സ്ക്രിപ്റ്റും അതുപോലെയുള്ള കാര്യങ്ങളും ആവശ്യമുള്ളതെല്ലാം കരുതി ഓട്ടോയിൽ ഇറങ്ങി വന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് പ്രേക്ഷകർ. എല്ലാവർക്കും ഇത് നന്നായി അറിയുന്നത് തന്നെയാണ്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ ഇപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ അത് വളരെ കൃത്യമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പോഴിതാ നയൻതാരയെക്കുറിച്ച് പലരും സംസാരിക്കുമ്പോഴും പല വിമർശനങ്ങളും ഉയർന്നു കേൾക്കാറുണ്ട്. പലരും അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തകൾ കൊണ്ട് എഴുതി ചേർക്കാറുമുണ്ട്. നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ വാർത്തയെ ഓരോന്നും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് സത്യം. നയൻതാരയും വിഘ്നേഷ് ശിവനും ഇപ്പോൾ കോടികൾ വിലയുള്ള ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്നാൽ വിഘ്നേഷ് ശിവന് അങ്ങനൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നത് അത് നയൻതാര കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നയൻതാരയ്ക്ക് ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം എന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ നയൻതാര പലരുടെയും ചതിയിൽ ചെന്ന് പെട്ടൊരു കഥയും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നയൻതാരയുടെ ഉള്ളിലെ ആ ഭയമായിരിക്കാം ഒരുപക്ഷെ നയൻതാരയെ പലപ്പോഴും നിർത്തിവെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം മാറ്റമുള്ളത് തന്നെയാണ് എല്ലാവരും കാണുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം പ്രാധാന്യത്തോടെയാണ് ആ വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹമാണ് ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയുള്ളത്. ഓരോ തവണയും നയൻതാരയും വിഘ്നേഷ് ശിവനെ പറ്റി സംസാരിക്കുമ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരുന്നതോടൊപ്പം തന്നെ അവരെക്കുറിച്ചുള്ള സ്നേഹവും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് എപ്പോഴും ഇവരെക്കുറിച്ച് പ്രേക്ഷകർ സംസാരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് എന്തുമാത്രമാണ് വിഘ്നേഷ് ശിവനെയും നയൻതാരയും ഇഷ്ടമെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്തരം വാക്കുകളിലൂടെ എല്ലാവർക്കും മനസ്സിലാകുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.